ഹായ് ഫ്രണ്ട്സ്, ഏസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? എല്ലാവരും പുതിയ ബാഗ് വാങ്ങേണ്ട തിടുക്കത്തിലായിരിക്കും. അപ്പം നമ്മുടെ കുട്ടികളുടെ പഴയ ബാഗ് എങ്ങനെ നമുക്ക് പുത്തൻ പുതിയതുപോലെ ആക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് 1 സ്പൂൺ വിനാഗിരി, അടുത്തതായി കുറച്ച് സോപ്പ് പൊടി. അത് ലിക്വിഡ് ഫോം ആയാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് സോപ്പ് പൊടിയും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് തൊടാൻ പറ്റിയ ചൂട്, നല്ല ചൂട് വേണ്ട, എന്നാലും കുറച്ച് ചൂട് വേണം. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം എടുക്കുമ്പോൾ നമ്മുടെ ബാഗ് മുങ്ങാൻ പാകത്തിനായിട്ടുള്ള വെള്ളം എടുക്കാൻ ശ്രമിക്കണം. അപ്പം ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാഗ് നമുക്ക് കുതിർത്ത് വെക്കാം. ബാഗിൻ്റെ എല്ലാ വശവും വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കാം. കുറച്ച് സമയം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ബാഗിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് ഇളകിക്കിട്ടും. ഞാൻ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ 20 മിനിറ്റ് ബാഗ് നന്നായി മുക്കി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. ബാഗ് ഞാനിതാ പുറത്തെടുത്ത്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ ബാഗിൻ്റെ ഫസ്റ്റ് കണ്ടപ്പോഴുള്ളതും ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ചേർ ഇളകിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ള ഒരു വലയോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം. അപ്പോൾ ബാഗിൻ്റെ എല്ലാ വശവും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് കണ്ടില്ല, ഇതാണ് നമ്മുടെ ബാഗിലുണ്ടായ അഴുക്ക്. അപ്പം ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ബാഗ് കഴുകിയെടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യം നമുക്ക് ബാഗ് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം ബാഗ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.